കുറിച്ചിത്തേരി മണി എന്ന് പറയുന്നവൻ ഇങ്ങനെ വന്നിരിപ്പുണ്ടല്ലോ പറയുന്നത്. ഇത് നമ്മുടെ വീട്, ഞാനാണ് ഇവിടെയാണ് ഞാൻ. ഓക്കെ, കുറിച്ചിത്തടി മണി എന്ന് പറയുന്നവനാണല്ലോ അവിടെ വന്നിരിക്കുന്നത് ഇവിടെ. ഇങ്ങനെ അവൻ എപ്പോഴും വരിക, രാവിലെ വൈകിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുക അവൻ എപ്പോഴും. നമ്മുടെ വീട്ടിലെങ്ങും ആരും വരത്തില്ല കേട്ടോ, ഓരവനെയും കയറ്റത്തില്ല വിടുമെങ്ങും. നമ്മുടെ വീട് നിങ്ങൾക്കറിയാമല്ലോ, ഞാനിവിടെയാണ്. ഇപ്പോൾ സമയം 7:12 കേട്ടോ, 7:12. ഇന്ന് 3 നവംബറാണ്. 3 നവംബർ 7:12. ഞാൻ കാണിക്കുക, ഇതാണ് നമ്മുടെ ഗേറ്റ്, ഇവിടെയാണ് ഞാൻ കേട്ടല്ലോ. ഇതാണ് കുറിച്ചിത്തടി മണിയെന്ന് പറയുന്നവൻ പോകുന്നവൻ. ഇങ്ങനെ നോക്കി നോക്കി പോവുക ഇങ്ങനെ. അങ്ങനെ വലിയൊരു കുറേ എണ്ണം ഉണ്ട് ഇങ്ങനെ, കുറേ ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് അങ്ങ് നടക്കുക. അതാണിപ്പം എൻ്റെ വീട്. പിന്നെ കേട്ടല്ലോ, ആത്മഹത്യ ചെയ്താണെന്നാണ് നമ്മുടെ നാട്ടുകാർക്കെല്ലാം അറിവ്. ചെല്ലം മുരളി എന്ന് പറയുന്ന ഈ പ്രീത എസ് പണിക്കർ എന്ന് പറയുന്ന ആളുടെ ഭർത്താവ്. അപ്പം എന്നോട് നാട്ടുകാർ പറഞ്ഞാണ് നമ്മളറിയുന്നത്, അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ എല്ലാ നാട്ടുകാരും പിന്നെ ബിജു പി എന്ന് പറയുന്നവൻ്റെ നാട്ടിലുള്ള സകല ആൾക്കാർക്കും അറിയാം ഇതാണെന്ന്. സൈലൻ്റ് അറ്റാക്കും ഒന്നും അല്ല, മനസ്സിലായില്ലയോ? ഇവനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ്, ഫിനാൻഷ്യൽ ക്രൈസിസ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഥകളുണ്ടാക്കി. അവനതിൻ്റെ യാതൊരു കാര്യമില്ല. അവൻ ഇവളെക്കാട്ടിലൊക്കെ നല്ല പഠിച്ച് നല്ല മിടുക്കനാണ് അവനെ ഹണി ട്രാപ്പ് ചെയ്ത് ഇവൾ ശരിയാക്കിയതാണ്. ഇവളും അവനും കൂടെ, ബിജു പി എന്ന് പറയുന്നവനും കൂടെ ഇങ്ങനെ ഹണി ട്രാപ്പിങ് ഇവളുമാരുടെ പരിപാടി. രാജമ്മ എന്ന് പറയുന്ന നമ്പർ 1 കള്ളിയാണ് അവളെപ്പോലൊരു കള്ളി. ഇപ്പം നമ്മുടെ പുറകിന് ഇങ്ങനെ നടക്കുക കുറേ അവന്മാരും ഇതുപോലെ കഥകളുണ്ടാക്കാൻ. അതുപോലെ തന്നെ മുക്കുമിൻ്റെ പുറകിനും ഉണ്ട് കുറേ എണ്ണം. മുക്കുമിൻ്റെ അമ്മയോ അപ്പനും സിസ്റ്റർ എന്ന് പറയുന്നവളൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള കളികളാണ് ഇതെല്ലാം. ഇവളുമാരുടെ ഈ കേരള ക്രിമിനൽസുമായിട്ട് നല്ല ബന്ധമാണ് ഇവളുമാർക്ക്. ഇവൾക്കും ഈ സുനിത എന്നാണ് അവളുടെ പേര്. അവൾ വലിയ നമ്പർ 1 കള്ളിയാണ് അവൾ. നമ്മളോട് ഭയങ്കര പോരായിരുന്നു അവിടെ വെച്ച്, നമ്മൾ ഡൽഹിയിലായിരിക്കുമ്പം. മുക്കുവിന് പക്ഷേ അറിയില്ല, ഇങ്ങനെ വിളിക്കുക, കുറച്ച് ഡ്രാമകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക. ഇവൾ വേറെ ആരോ ആണ് വിളിക്കുന്നത്, സോദൈ മാധപ്പൂരിന്ന് ഏതോ പെണ്ണ് വിളിക്കുന്നതായിട്ടാണ് ഇവളുടെ അഭിനയം മുഴുവൻ. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അതുപോലെ മുക്കുമിൻ്റെ അച്ഛനും മുക്കുമിനെ വിളിക്കുന്ന ഏതോ ഒരു പെണ്ണ് വിളിക്കുന്ന പോലെയാണ്. എന്തൊക്കെയോ അങ്ങനെ ഒരു വരുൺ എന്ന് പറയുന്നവനുണ്ടായിരുന്നു, അവനും ഇതുപോലെയായിരുന്നു വിളിക്കുന്നത്. ഇപ്പം പിന്നെ വരുണിനെ മുക്കും വിളിക്കത്തില്ല. മുക്കുമിന് മനസ്സിലായി അവൻ്റെ യഥാർത്ഥ ഇത്. അങ്ങനെ മുക്കും വിളിക്കത്തില്ല അവനും ഇതുപോലെ ലക്നൗവിലാണ് അവൻ ഇതുപോലെ വിളിക്കും. മുക്കും കാണാൻ പോകുന്ന ഏതോ പെണ്ണുങ്ങളെ കാണാൻ പോകുന്നു എന്നുള്ളത് വരുത്തിക്കൊണ്ടാണ് പോകുന്ന ഇവന്മാർ. ഇങ്ങനെയൊക്കെയാണ് ഇവന്മാരുടെ കഥകൾ. നിങ്ങൾ കേട്ടിന്ന് അതെല്ലാം.